ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മളെ കുഞ്ഞു ചാനലിലേക്ക് സ്വാഗതം. അപ്പോഴേ ഇന്ന് ഞങ്ങളുടെ കുട്ടികളുടെ കലോത്സവമാണ് കേട്ടോ. പൂത്തുമ്പി കലോത്സവം പഞ്ചായത്ത് തലത്തിലാണ് കേട്ടോ ഇത് നടക്കുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇന്ന് നേരത്തെ പോകണം. 8 മണിയാകുമ്പോൾ ഞങ്ങളോട് അവിടെ എത്താൻ പറഞ്ഞിരിക്കണേ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ എണീറ്റ് അടുക്കളപ്പണിയും കാര്യങ്ങളും മുറ്റടിക്കലും തുടക്കലും അടിക്കലും തിരുമ്പലും കുരലും എല്ലാം വേണം കഴിച്ചിട്ട് വേണം പോകണമെങ്കിൽ. ചോറും കൂട്ടാനും ചായയും കടി 8 മണിയാകുമ്പോഴെങ്കിലും ഇവിടുന്ന് പോകണം. 8 മണിക്കാണ് ഞങ്ങളോട് അവിടെ എത്താൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും 8 മണിക്കൊന്നും എത്തൽ നടക്കൂല. ഒരു 8:30 അവിടെ എത്തണമല്ലോ. അതിന് വേണ്ടിയിട്ട് വേഗം തകൃതിയിലുള്ള പണിയാണ് കേട്ടോ. ചോറും കറിയും ചായയും കടിയും ചോറും കൂട്ടാനും എല്ലാം അടിച്ച് വാരലും. ഇന്നലെ ചെറിയൊരു കാറ്റൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട്. നല്ല പോലെ അതിലൊക്കെ പൊഴിഞ്ഞിരുന്നു. അപ്പോൾ വീടിൻ്റെ ചുറ്റുഭാഗം അടിച്ച് വാരി നമ്മുടെ ചുറ്റുഭാഗത്തുള്ള കഴുങ്ങിൻ്റെ മുരട്ടൊക്കെയാണ് ഈ ചപ്പുകൾ ഇട്ട് കൊടുക്കുന്നത്. നമ്മളെ വീടിൻ്റെ സൈഡിലുള്ള നമ്മുടെ മരങ്ങളിലുള്ള ഇലകളെല്ലാം ഉണ്ട്. അതൊക്കെ വാരി വൃത്തിയാക്കി. ഇവിടെ ഇരുമ്പം പുളിയുണ്ട്, അതുപോലെ ചാമ്പക്കുണ്ട്, മൂച്ചിയുണ്ട്, അങ്ങനെ എല്ലാത്തിൻ്റെ ഇലകളും ഒക്കെ ചാടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ആക്കി വാരി അടിച്ച് വാരി കളഞ്ഞ് ഞാൻ ചായക്കടി ചക്കരക്കിഴങ്ങാണ് കേട്ടോ പുഴുങ്ങാൻ പോണത്. ചക്കരക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് ചോറ് വേണം, കൂട്ടാൻ വേണം, ഒക്കെ ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ വേഗം രാവിലെ തന്നെ പുഴുങ്ങാണ്ട് മുറ്റടിച്ച് വാരിയതാണ്. നേരെ വെളുത്ത് വരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ചക്കരക്കിഴങ്ങ് പുഴുങ്ങണതാണ് കേട്ടോ ഇന്നത്തെ ചായക്കടി എന്ന് പറയുന്നത്. മധുരക്കിഴങ്ങ് എന്ന് പറയും ചിലവർ, ഞങ്ങൾ ചക്കരക്കിഴങ്ങ് അറിയട്ടോ. ഇത് എനിക്ക് ഈ കിഴങ്ങ് വർഗ്ഗങ്ങളിലെല്ലാം തന്നെ ഇഷ്ടമാണ് കേട്ടോ. ഇതുണ്ടെങ്കിൽ പിന്നെ അന്നത്തെ ദിവസം ചോറ് വേണമെന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഏതായാലും ഇത് പുഴുങ്ങുമ്പോൾ ഉപ്പിട്ട് പുഴുങ്ങണം കേട്ടോ. ചെറിയൊരു മധുരമേ ഉള്ളൂ, നല്ല പഞ്ചസാരൻ്റെ മധുരമൊന്നുമില്ല. കഴിഞ്ഞ ആഴ്ച കുഞ്ഞാണിയൊക്കെ കൊണ്ടുവന്ന ചക്കരക്കിഴങ്ങ് നല്ല മധുരമുള്ളൂ കേട്ടോ. ഇതിപ്പോൾ ഞാൻ പച്ചക്ക് കഴിച്ചൊരു കഷ്ണം ഇന്നലെ കൊണ്ടുവന്നപ്പോൾ തന്നെ കഴിച്ചു. അപ്പോൾ തന്നെ മധുരം കുറവാണ്. കുഞ്ഞാണിക്കാരോട് പറഞ്ഞു ഈ മധുരക്കിഴങ്ങ് മധുരം കുറവാണല്ലോ എന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും നമ്മൾ കിഴങ്ങ് വർഗ്ഗമാണല്ലോ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളെ കലാപരിപാടി ഉണ്ട്. ഞാനിവിടുന്ന് സ്കൂട്ടിക്കാണ് പോണത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എത്തും, ബസ് കാത്ത് നിൽക്കൊന്നും വേണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ പണികളൊക്കെ ഒരുക്കിയിട്ട് വേണം പോകാൻ. പിന്നെ ഞാൻ അംഗൻവാടിയിൽ കുട്ടികളെ പഠിപ്പിച്ച ഡാൻസ് അത് കളിക്കുന്നുണ്ട്, അതെല്ലാം ഉണ്ട് കേട്ടോ. പക്ഷെ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം എന്താ പറയുക, കുട്ടികളൊപ്പം നിൽക്കണോണ്ട് നമുക്ക് അത് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. എന്നാലും കുറച്ച് വീഡിയോസൊക്കെ എനിക്ക് കിട്ടിയിട്ടോ. പിന്നെ എന്താ പറയുക, ഒക്കെ കോപ്പിറൈറ്റ് വരും. കാരണം മ്യൂസിക് വരുമ്പോൾ നമ്മൾ യൂട്യൂബിന് അത് പറ്റൂലല്ലോ. അപ്പോൾ മ്യൂസിക് കളഞ്ഞാൽ പിന്നെ ആ ഡാൻസും പാട്ടൊന്നും കാണാനും കേൾക്കാനും ഒരു രസം ഉണ്ടാവില്ല. ഒരു സൗണ്ടും ഇല്ലാതെ പിന്നെ ഇങ്ങനെ അത് കണ്ടിട്ട് എന്തായാലേ കാര്യം. അപ്പോൾ പിന്നെ ഞാൻ ഏതായാലും അവിടെ പോയിട്ട് അവിടെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരുന്നത്. അടിപൊളി പ്രോഗ്രാമാണ്. കുഞ്ഞു മക്കളുടെ ഡാൻസ് ആയാലും പാട്ടായാലും എത്ര കണ്ടാലും നമുക്ക് കൊതി മാറൂലല്ലേ. അപ്പം ഞാൻ മധുരക്കിഴങ്ങ് പുഴുങ്ങിയതിന് ശേഷമാണ് ചോറ് വെച്ചതും പിന്നെ കുറച്ച് കൂട്ടാനൊക്കെ ഉണ്ടാക്കിയത് കേട്ടോ. ഈ അരിയാണെങ്കിൽ പെട്ടെന്നൊന്നും എന്തും കിട്ടൂല കേട്ടോ. അപ്പോൾ ഈ ചോറ് വെച്ചത് ഞാൻ മുറ്റടിക്കുന്നതിന് മുന്നേ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വീഡിയോ എടുത്ത് വെച്ചതായിരുന്നു. അതിൻ്റെ ശേഷമാണ് മധുരക്കിഴങ്ങ് പുഴുങ്ങിയതും കറി ഉണ്ടാക്കിയത് കേട്ടോ. പിന്നെ ഇതൊക്കെ വേകുന്ന ടൈമിൽ നമ്മൾ വേഗം പോയി അതിൻ്റെ ഇടയിലാണ് മുറ്റടിക്കണതും തുടക്കണതും അലക്കണതും ഒക്കെ അതിൻ്റെ ഇടയിലാണ്. പിന്നെ മടക്കി വെക്കാനുള്ളത് മടക്കി വെക്കും. ഒരുപാട് കാര്യങ്ങൾ ആ സമയത്ത് നമ്മൾ ഈ 2-3 മണിക്കൂർ അടുക്കളപ്പണിയാണെങ്കിലും അതിൻ്റെ ഇടയിൽ നമ്മൾ എല്ലാ പണിയും കൂടെ ചെയ്യുന്നുണ്ട്. നമ്മുടെ ക്ലീനിങ്ങും അലക്കലും കുളിക്കലും അതുപോലെ എല്ലാ സംഗതികളും നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് പടുകൂട്ടാനാണ് ഉണ്ടാക്കുന്നത്. ചേമ്പ്, കറുമൂസ, അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ട് പിന്നെ മത്തൻ്റെലുണ്ട്, അത് താളിക്കണം. പടുകൂട്ടാനിൽ നാളികേരം അരക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് നാളികേരം ചതച്ചിടുന്നുണ്ട്. കറുമൂസയും ചേമ്പും കപ്പയും ഒക്കെ പാടിട്ട്, ചേമ്പിൻ്റെ തണ്ടും ചേനൻ്റെ തണ്ടും ഒക്കെ പാടിട്ടിട്ടൊരു പടുകൂട്ടാനും പിന്നെ മത്തൻ്റെല താളിച്ചതുമാണ് കേട്ടോ ഇന്നത്തെ കറി. അപ്പോൾ അത് തൂമിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കറിവേപ്പിൻ്റെലയും കടുവും പൊട്ടിച്ചിട്ട് അതിക്കങ്ങോട്ട് വെന്ത കറി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ കുക്കറിലാണ് വേവിച്ചിട്ടുള്ളത്. അല്ലാതെ പോലെ അടുപ്പത്ത് വേവിച്ചാലൊന്നും വേവും എനിക്ക് തോന്നിയില്ല. കുക്കറിൽ വേവിച്ച ഒരു പാത്രത്തിൽ ഒഴിച്ച് കലത്തിൽ തൂമിച്ച് അയക്കാണ്ട് ഒഴിച്ച് കൊടുക്കുക ചെയ്തത് കേട്ടോ. അപ്പോൾ അത് ഇളക്കിയിട്ടൊന്നും ഇളകണില്ല, കാരണം കല നിറച്ചുണ്ട് കേട്ടോ. അപ്പോൾ പടുകൂട്ടനൊക്കെ എല്ലാവർക്കും ഇഷ്ടാവൂലേ. ഇതിൽ കാച്ചിലുണ്ട്, കപ്പുണ്ട്, ചേമ്പുണ്ട്, ചേമ്പും തണ്ടുണ്ട്. ഇന്നാൾ പല വീഡിയോയിൽ പറഞ്ഞിരുന്നു കപ്പയും കാച്ചിലും ഒരുമിച്ച് കഴിക്കേണ്ട, നമ്മളെ ആരോഗ്യത്തിന് പറ്റൂല. അപ്പോൾ അതൊക്കെ വെറുതെ പറയാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞങ്ങളിവിടെ ചിലപ്പോൾ കാച്ചിലും കപ്പയും മധുരക്കിഴങ്ങും ഒക്കെ ഒന്നിച്ചിട്ട് പുഴുങ്ങും.
കഴിക്കും. അപ്പോൾ അതല്ല, അടുക്കള പണിയൊക്കെ കഴിഞ്ഞ് ഞാൻ സാരിയൊക്കെ എടുത്ത് പോവുകയാണ് കേട്ടോ, പോകാൻ വേണ്ടിയിട്ട്. അപ്പം എന്നാൽ ഒരു വീഡിയോ ചെയ്യാമല്ലോ വിചാരിച്ച് സാരിയൊക്കെ എടുത്ത്. ഞങ്ങൾ യൂണിഫോമാണ് കേട്ടോ. അപ്പോൾ അതാ ഈ കളറാണ് സാരി. സാരി എടുത്തത് നേരായിട്ടൊന്നുമില്ല, പെട്ടെന്ന് വാരി വലിച്ച് ഉടുക്കുക ചെയ്തത്. അതിനൊന്നും ടൈം കിട്ടിയില്ല. ഇപ്പം തന്നെ 8:30 മണിയായിട്ടോ. അപ്പോൾ ഒരു 8:45 എനിക്ക് അവിടെ എത്തണം. ഞാൻ സ്കൂട്ടിക്കാണ് പോണത് കേട്ടോ. അപ്പോൾ ആകെപ്പാടൊരു ചോപ്പ് തോന്നും എനിക്ക് ഈ വീഡിയോയിൽ, ക്യാമറയിൽ ഇങ്ങനെ നോക്കുമ്പോൾ. ഒക്കെപ്പാടൊരു ചോപ്പ്, ബ്ലൗസും ഷാളും ഒക്കെ ചുവപ്പായപ്പോൾ ഒക്കെപ്പാടൊരു ചുവപ്പായതുപോലെ ഒരു തോന്നൽ കേട്ടോ. അപ്പം എന്നാൽ ഞാൻ പോവുകയാണ്, സ്കൂട്ടിക്കാണ് കേട്ടോ ഞാൻ പോണത്. 15 മിനിറ്റ് മതി കേട്ടോ, പൂക്കോട്ടുംപാടം പിന്നെ മേരിമാത പിന്നെ ഗുഡ്വിൽ സ്കൂൾ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതാ ഞാൻ പോയി അവിടെ എത്തി. അവിടെ എത്തുമ്പോൾ തന്നെ നല്ല തിരക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ആൾക്കാരൊക്കെ, രക്ഷിതാക്കൾ അവനവൻ്റെ മക്കളെയും കൊണ്ട് വരികയാണ്. അപ്പം ഞങ്ങളെ യൂണിഫോമുള്ള ടീച്ചേഴ്സൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. എല്ലാവരും എത്തിയിട്ടുണ്ട്, എല്ലാവരും എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ സ്കൂൾ മുറ്റം നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ പോണ ആൾക്കാരൊക്കെ പേരെഴുതാൻ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ടീച്ചർമാരും ഹെൽപ്പേഴ്സും അതുപോലെ കമ്മിറ്റിക്കാരും പിന്നെ പഞ്ചായത്ത് ഉള്ള ആൾക്കാരും എല്ലാവരും തന്നെ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പുറത്തും ഒരുപാട് സ്ഥലമുണ്ട്. അപ്പോൾ അപ്പോഴത്തേനും പിന്നെ കുറച്ച് കുട്ടികളെ പരിപാടി തുടങ്ങി കേട്ടോ. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് കുട്ടികളെ പരിപാടി തുടങ്ങി. ജനങ്ങൾ ഇങ്ങോട്ട് തിങ്ങി നിറഞ്ഞ് വന്നിട്ടുണ്ട്. കുഞ്ഞു മക്കളെ പരിപാടി കാണാൻ ഒരു വീട്ടിൽ നിന്ന് തന്നെ 20-25 ആൾക്കാരൊക്കെ ഒരു കുട്ടീൻ്റെ കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയും ജനങ്ങൾ കേട്ടോ ഇവിടെ. അപ്പോൾ കോപ്പിറൈറ്റ് ആവുന്നതിന് വേണ്ടിയിട്ട് ഞാനത് കളഞ്ഞതാണ് കേട്ടോ, മ്യൂസിക് കളഞ്ഞതാണ്. അപ്പോൾ എൻ്റെ മക്കളെ കാണട്ടെ, ഇതാണ് കേട്ടോ എൻ്റെ മക്കൾ. എനിക്ക് ഡാൻസ് കളിക്കാനുള്ള 8 മക്കളാണ് കേട്ടോ. അത് ഗ്രൂപ്പ് ഡാൻസിന് 8 കുട്ടികളാണ്, പിന്നെ സിംഗിൾ ഡാൻസിന് ഇതിൽ 2 എണ്ണമാണ് കേട്ടോ. അങ്ങനെ 2 പരിപാടിയാണ് ഞങ്ങൾക്ക് ഉള്ളത് കേട്ടോ. അപ്പോൾ അവർ ഒരുങ്ങി ഡാൻസ് കളിക്കാൻ വേണ്ടി ഒരുങ്ങി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ മഞ്ഞ ഡ്രസ്സാണ് കേട്ടോ സെലക്ട് ചെയ്തിട്ടുള്ളത്, വെള്ള തൊപ്പിയും. ഇപ്പോൾ ഇവരൊക്കെ മിടുക്കന്മാരാണ് കേട്ടോ, നല്ല അടിപൊളിയായിട്ട് കളിക്കും കേട്ടോ. അപ്പോൾ അവർ സമാധാനമുണ്ട്, നല്ലതുപോലെ കളിക്കും അവർ. അപ്പോൾ ഞാനിതാ പിന്നെ കുട്ടികൾക്ക് രക്ഷിതാക്കളുണ്ട്, പിന്നെ ചോറ് ഉണ്ണാൻ സമയമായിട്ടുണ്ട്, ചോറ് കൊടുക്കണം. അതുപോലെ ചോറും കറിയൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഭക്ഷണം 1 മണിയായപ്പോൾ തന്നെ എല്ലാവരും ഭക്ഷണം കഴിക്കാനും വിളമ്പാനും ഒക്കെ തുടങ്ങി. കുറേ കുട്ടികൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു. അതിലിടയ്ക്ക് കുറച്ച് കുട്ടികളെ പരിപാടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് രക്ഷിതാക്കൾ കുട്ടികളെയും കൊണ്ട് പോയി. പിന്നെ കുറേ കുട്ടികൾ നല്ല കരച്ചിലുണ്ടായിരുന്നു. പിന്നെ ടീച്ചർമാരുടെ ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ടീച്ചർമാരുടെ ഡാൻസാണിത്. അപ്പോൾ ടീച്ചർമാർ നല്ല അടിപൊളിയായിട്ട് ഡാൻസ് കളിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ടീച്ചർമാർക്ക് ഒപ്പന ഉണ്ടായിരുന്നു കേട്ടോ. ഒപ്പന കളിക്കാൻ പിന്നെ സമയമില്ലാത്തതുകൊണ്ട് ഒപ്പന കളിച്ചില്ല, ഡാൻസ് മാത്രമാണ് കളിച്ചിട്ടുള്ളത്. പാട്ട് എന്തോ സ്റ്റക്കായി, പാട്ട് കിട്ടിയില്ല, അതുകൊണ്ട് തന്നെ ഒപ്പന കളിക്കാൻ പറ്റിയില്ല കേട്ടോ ടീച്ചർമാർക്ക്. അപ്പോൾ അതാ ടീച്ചർമാർ നല്ല അടിപൊളി ഡാൻസ്, പിന്നെ ചോറ് ഭക്ഷണം വിളമ്പുന്ന സ്ഥലമാണ് കേട്ടത്. നല്ല തിരക്കായിരുന്നു. എല്ലാ രക്ഷിതാക്കളും കുട്ടികൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നുണ്ടായിരുന്നു. എല്ലാവർക്കും ഇവിടെ ഭക്ഷണം ഉണ്ടായിരുന്നു കേട്ടോ. ഭക്ഷണം ചോറും ഉണ്ടായിരുന്നു, അച്ചാറും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ചിക്കനും കുമ്പളങ്ങയും കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ടുള്ള ഒരു കറി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ചോറുണ്ണുന്ന തിരക്കിലാണ്. അവിടെ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ആകെപ്പാടൊരു ജഗപ്പോക. അപ്പോൾ പരിപാടിയൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ നടന്നു. കുട്ടികളൊക്കെ എല്ലാവരും തന്നെ അടിപൊളിയായിട്ട് കളിച്ചു. കുറച്ച് കുട്ടികളൊക്കെ കരഞ്ഞ് മടി കാട്ടിയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. കുറേ കുട്ടികൾ നന്നായിട്ട് കളിച്ചു. പിന്നെ ഇതാ ഇവിടെ ഈ വീഡിയോ ഇവിടെ ഒരു ചെറിയൊരു ഷോർട്സ് വീഡിയോ ആണ് കേട്ടോ. ഇതിങ്ങനെ ആയിട്ട് കാണുന്നത്. അത് പിന്നെ ഞാൻ എഡിറ്റ് ചെയ്തതുകൊണ്ടുള്ള കുഴപ്പം കൊണ്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ ടീച്ചർമാരുടെ ഡാൻസാണ് വീണ്ടും കാണാൻ തോന്നുന്നത് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ അവർ കളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പഠിക്കാൻ ഈ കളിക്ക് എന്നോട് കൂടാൻ പറഞ്ഞതായിരുന്നു. അപ്പോൾ എനിക്ക് തിരക്ക് മൂലം ഇതിൽ പങ്കെടുക്കാനും കളിക്കാനും പഠിക്കാനും പറ്റിയില്ല കേട്ടോ. അപ്പോൾ അതാ നമ്മളെ പരിപാടിക്ക് അടിപൊളിയായിട്ട് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പിന്നെ പുതിയ കൂട്ടുകാരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പുത്തുമ്പി കലോത്സവം, ഞങ്ങളുടെ കുട്ടികളുടെ കലാപരിപാടികളുടെ വീഡിയോ ആണിത്. അപ്പോൾ മ്യൂസിക്കൊക്കെ ഞാൻ കോപ്പിറൈറ്റ് വരുന്ന വിചാരിച്ചതുകൊണ്ടാണ് മ്യൂസിക് കളഞ്ഞത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും